അവിടെ എന്തോരാളുണ്ട്? രണ്ടാൾ നോക്കാം. അതാണല്ലോന്ന് പറഞ്ഞേ. ഹായ്. അപ്പോൾ ഇന്നത്തെ യാത്രയ്ക്ക് 2 ലക്ഷ്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന് ഇല്ലിത്തോടിലുള്ള മഹാഗണിത്തോട്ടത്തിൽ പോവുക എന്നുള്ളത്. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിന് തൊട്ടപ്പുറം തന്നെയുള്ള ഒരു ആറാട്ടുകടവ് എന്ന് പറയുന്ന മറ്റൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻറ്റിലും കൂടി പോകുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇല്ലിത്തോട് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറി ആ കാടിൻ്റെ ആംബിയൻസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. രണ്ടും കാടിൻ്റെ ആംബിയൻസാണ്. രണ്ടും കുളിക്കാനൊക്കെയുള്ള സൗകര്യമാണെങ്കിലും രണ്ടും 2 വ്യത്യസ്തമായ കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് കൂടി പോകാം. ആറാട്ടുകടവും ഇല്ലിത്തോടിലുള്ള മഹാഗണിത്തോട്ടവും. ആറാട്ടുകടവ് എന്ന് പറയുന്നത് മലയാറ്റൂർ. ഇത് രണ്ടും മലയാറ്റൂരാണ്. അറിയില്ലാത്തവർക്ക് മിക്കവാറും പേർക്ക് അറിയാം, എന്നാലും അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. രണ്ടും നമ്മുടെ മലയാറ്റൂർ പള്ളിയോട് ചേർന്ന് തന്നെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ രണ്ടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ബാ. ഈ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കയറി വരുമ്പോൾ തന്നെയുള്ള ഭാഗങ്ങളാണ് ഇതെല്ലാം. ആ വേരെല്ലാം കൂടി ചേർന്ന് കിടന്നിട്ട് ഇടവഴി പോലെ ചെറിയ മൺപാത പോലെയുള്ള ഭാഗത്തുകൂടിയാണ് നമ്മൾ ആദ്യമേ തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ഇവിടെ നല്ല രസമുള്ള ഒരു ഇതാണ് കേട്ടോ ഇതൊക്കെ. ഞങ്ങളിപ്പോൾ ഇവിടെ വെച്ചൊരു ഉടുമ്പിനെ കണ്ടു കേട്ടോ. ഉടുമ്പ് ചെറിയ ഉടുമ്പാണ്. ഇവിടെ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ഒരു ഉടുമ്പിനെ കണ്ടത്. ചെറിയൊരു ഉടുമ്പ് അങ്ങോട്ട് ഓടിപ്പോയി. ക്യാമറയൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും അത് അതിൻ്റെ പാട്ടിന് പോയി. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കണം മഹാഗണിത്തോട്ടത്തിൻ്റെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് കേട്ടോ. ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ബാഹുബലി അല്ലെങ്കിൽ പുലിമുരുകനൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ഏരിയയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മഹാഗണിത്തോട്ടം എന്നും പറഞ്ഞൊരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ വള്ളിയൊക്കെ അങ്ങനെ ശരിക്കും കാടിനെ അതിൻ്റെ ആ ഒരു ധന്യതയിലെത്തിക്കുന്ന ഒരു പ്രതീതി. ഇതേപോലെയുള്ള കാട്ടുവള്ളികളും ഇടതൂർന്ന മരങ്ങളും കാണുമ്പോഴാണ് നമുക്ക് ആ കാടിൻ്റെ ശരിക്കും ഫീല് കിട്ടുന്നത്. ഇവിടെ ബോർഡുണ്ട്, ബിവറേജ് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ്. ഈ ഭാഗത്താണ് കേട്ടോ ഈ പുലിമുരുകൻ സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ നടന്ന സ്ഥലം. ഇതൊക്കെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഉൾക്കാടുകളാണ്. അങ്ങോട്ടേക്ക് നമുക്കൊരു കൃത്യമായ ഒരു വഴി കൊടുത്തിട്ടുണ്ട്. ആ വഴിയിലൂടെ മാത്രമേ നമുക്ക് പോകാൻ പാടുള്ളൂ. അങ്ങോട്ടേക്ക് ഇവിടെയൊക്കെ അവരുടെ ഗൈഡ് ചെയ്യാനായിട്ടുള്ളവർ നിൽക്കുന്നുണ്ട്. ലോക്കൽ ഇവിടേതായിട്ടുള്ള ചേച്ചിമാരൊക്കെ വാർഡന്മാരായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളിൽ വെച്ചിട്ടാണ് പുലിമുരുകനിലെ പ്രധാനപ്പെട്ട ആ ഒരു ആക്ഷൻ രംഗങ്ങളാണെങ്കിലും അതേപോലെ തന്നെ മറ്റ് ആ പുലി വരുന്ന സീനുകളും ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. താഴേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോഴാണ് നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലവും. അതേപോലെ തന്നെ നമുക്ക് പുലിമുരുകൻ്റെ ആ ഒരു സിനിമയുടെ ഭാഗത്ത് പുലി ഓടി വരുന്നതായിട്ടുള്ളൊരു സീനൊക്കെ കാണിക്കുന്നുണ്ട്.
പുലി ഓടി വരുന്നതല്ല, പുലി ഓടിക്കുന്നതായിട്ട് എല്ലാവരെയും കാട്ടിലേക്ക് പോകുന്ന ലാൽ തുടങ്ങിയ എല്ലാവരെയും പുലി ഓടിക്കുന്നതായിട്ടുള്ളൊരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഇതാ ഈ ഭാഗത്താണ്. ഈ മരമാണ് കേട്ടോ, ഇതാണ് കേട്ടോ നമ്മുടെ ബാഹുബലി സിനിമയിൽ ഒരു മുഖമൊക്കെ വരച്ച ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, മറിഞ്ഞു കിടക്കുന്ന ഈ മരമാണ്. ഇത് കണ്ടോ, ഈ സാധനം നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? കാരണം ഇതുവഴിയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങി പോകാം കേട്ടോ. ഇതുവഴിയാണ് നമ്മുടെ നോബി അങ്ങനെ ടീമിനെയൊക്കെ പുലി ഓടിച്ച് കൊണ്ടുവരുന്നതായിട്ടുള്ള സീൻ ചിത്രീകരിച്ചത്. താഴേക്ക് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പുഴയിലേക്കാണ് കേട്ടോ ഈ വഴി ഇങ്ങനെ ഇറങ്ങുന്നത്. ഈ ഭാഗമാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞ പുലി ഓടിച്ചു എന്ന് പറഞ്ഞ സീനുണ്ടല്ലോ. ഞാനിപ്പോൾ അവിടെ താഴേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. നോക്കി നല്ല സ്ഥലം നോക്കി, പടർപ്പുകൾക്കിടയിലൂടെ ഇങ്ങനെ അടിപൊളി. സൂപ്പറാണ് കേട്ടോ അല്ലേ? ഇതുപോലെയുള്ള ലൊക്കേഷനുകളൊക്കെ കണ്ടെത്തുന്നതിന് അവർ സമ്മതിക്കണം അല്ലേ? അതിൻ്റെ സിനിമാ സംവിധായകന്മാരെയൊക്കെ സമ്മതിക്കണം അതിൻ്റെ ലൊക്കേഷനുകൾ കണ്ടെത്താനൊക്കെ ആയിട്ട്. പുഴയോട് ചേർന്ന് തന്നെ ചെറിയ ഫെൻസിങ് കമ്പികൾ കെട്ടിയിട്ടുണ്ട്. മറ്റു മൃഗങ്ങൾ പുഴ നീന്തി കടന്നാണെങ്കിലും ഇങ്ങോട്ട് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശരത്ത് ആദ്യം വന്നിട്ട് ഇവിടെ വന്നിരുന്ന് ഊഞ്ഞാലാടുമായിരുന്നു. എന്തേ മടുത്ത ഊഞ്ഞാലാടിയിട്ട്? ഇതൊക്കെ മഹാഗണി ആയിരിക്കുമല്ലോ ഈ വലിയ മരങ്ങളൊക്കെ? എല്ലാം മഹാഗണിയാന്ന് തോന്നിയിരിക്കണം എല്ലാം. ഞങ്ങൾ ആദ്യം വന്നു കഴിഞ്ഞപ്പോഴേ അവിടെ നിന്ന് ഒരു ഉടുമ്പ് ഓടി പോകുന്നുണ്ട്. പക്ഷെ അന്നേരം ക്യാമറ കയ്യിലെടുത്തേണ്ടായില്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതേ അവിടെ ടോപ്പിലായിട്ട് അവിടെ ഒരു തത്തക്കൂട് കാണാം. കിളികളുടെയൊക്കെ ശബ്ദം കേൾക്കാം കേട്ടോ നന്നായിട്ട്. മയിലിൻ്റെ ശബ്ദമല്ലേ ഇപ്പോൾ കേട്ടെ? എന്ന് പറഞ്ഞ് വേഴാമ്പലാണോ അത്? ഈ മയിലോ? ഇവിടെയുള്ള മൃഗങ്ങളുടെയൊക്കെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടാണ്. സ്റ്റേറ്റ് ഒഫീഷ്യൽ അനിമൽ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ അനിമൽസിൻ്റെയാണ് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. കുളിക്കണമെന്ന് കയ്യിലെടുത്തില്ല. മാലിന്യങ്ങൾ വനത്തിൽ ഉപേക്ഷിക്കാതെ വേസ്റ്റ് ബിന്നിൽ മാത്രം നിക്ഷേപിക്കുക. എവിടെ? അവിടെ നിന്ന് കടയുന്നുണ്ട്. സേഫ്റ്റി ബോർഡൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ നേരെ പുഴയിലേക്ക് ഇറങ്ങുകയാണ്. കുളിക്കാൻ താല്പര്യമായിട്ട് വരുന്നവർക്ക് നീരാടി കുളിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് അവിടെ കെട്ടി തിരിച്ചിരിക്കുന്ന ഭാഗത്ത് വെള്ളം കുറവാണെന്ന് തോന്നുന്നു. നീ ആദ്യം ചെറുതായിട്ടാണല്ലോ. ഇതിനാണല്ലോ കാല്. 4 മണി സമയം നേടാ. 4 മണി ആയോ? ഇല്ല, 3:30 സമയം ആയതുകൊണ്ടുണ്ടല്ലോ ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. ഇവിടെയൊക്കെ വെയിലും ചൂടും.
കുളിക്കാൻ വരുന്നവർക്ക് അത്യാവശ്യം കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇപ്പം വെള്ളം ഒരുപാട് ഇറങ്ങി കിടക്കുകയാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ നടക്കുന്ന ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ അവിടെ വെള്ളം തീരെ കുറവാണ്. നമ്മളിത് കഴിഞ്ഞിട്ട് നേരെ ആറാട്ടുകടവ് ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ കുറച്ചും കൂടെ കൂടി നമുക്ക് കൂടുതൽ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ പറ്റുകയാണെങ്കിൽ അവിടെ വെള്ളത്തിലൊന്ന് കുളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നല്ല രസമുണ്ട് അവിടുത്തെ ആ ഏരിയയൊക്കെയാണ്. ഇവിടെ നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി നമുക്ക് പോകാൻ പറ്റില്ല. കാരണം ഇവിടെ ഇത്രയും ആദ്യം കണ്ടില്ല, ഇവിടെ കാണാതിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ വെയിൽ കെട്ടി തിരിച്ചിരിക്കുകയാണ് ഇവിടെ എല്ലാം. വെയിൽ കെട്ടിയല്ല, ഒരു സൈൻ ബോർഡ് പോലെ റെഡ് റിബൺ ഇട്ടേക്കാണ് ഇവിടെ എല്ലാം. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഒരുപാട് നമുക്ക് പോകാൻ പറ്റില്ല. ഇതാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്ന എൻട്രൻസ് ഏരിയ ഉണ്ട് കാണുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങും ആ ഒരു ആറിൻ്റെ ആ ഒരു ഇരമ്പലും കാറ്റിൻ്റെ ഇരമ്പലും മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ കിളികളുടെ ശബ്ദവും. ഇത് മൂന്നും കൂടി ചേർന്നിട്ടൊരു ഭയങ്കര ഒരു സംഗീതാത്മകമായൊരു ഫീലാണ് ഇവിടെ. പിന്നെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നല്ല പ്രകൃതിയുടെ നല്ലൊരു വിഷ്വൽ ഉണ്ടാവും. ഫോട്ടോ പോയിന്റുകൾ എന്നൊക്കെ നമ്മൾ പറയില്ല, അതേപോലെയുള്ള ഭാഗങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ ഏരിയയിലും കാണാം കേട്ടോ. ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് പച്ചപ്പൊക്കെ ആയിട്ടൊക്കെ നിൽക്കുന്ന കാണാൻ. നമ്മൾ ആറാട്ടുകടവിൽ പോകുമ്പോൾ അവിടെയാണെങ്കിലും നല്ല പച്ചപ്പുള്ള ഭാഗങ്ങൾ ഇഷ്ടമാതിരി കാണാം. ചെറിയ തുരുത്ത് പോലെ. ഇവിടെ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പാണിയേലി പോര്, പ്രസിദ്ധമായ പാണിയേലി പോര്, ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള പാണിയേലി പോര് ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മാറിപ്പോയാൽ മതി. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ വെള്ളമില്ലാത്ത സമയത്തുള്ള വ്യൂ ആണ് ഈ ഭാഗത്തെല്ലാം. ആളുകൾ ഇന്നിപ്പോൾ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കാരണം ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ദിവസം എന്ന് പറയുന്നത് വ്യാഴാഴ്ച ഒരു 3 മണി സമയത്താണ്. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം ആളുകൾ, ദൂര സ്ഥലത്തു നിന്നൊക്കെ വരുന്ന ആളുകൾ എങ്ങാനും ജസ്റ്റ് വന്ന് കയറി പോകുന്ന ഒരിത് മാത്രമേ ഉള്ളൂ. അതല്ല, ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. നമ്മൾ മഹാഗണിത്തോട്ടത്തിൻ്റെ ഇവിടെ കുളിക്കാൻ ഇറങ്ങുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് മുന്നോട്ട് കയറി പോകാട്ടോ. അപ്പോൾ ഇവിടെ ഒരു നല്ല കാടിൻ്റെ ആ ഒരു ആംബിയൻസ് നല്ല രീതിയിൽ കിട്ടാവുന്ന രീതിയിലുള്ളൊരു ഭാഗം. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ടേക്ക് ഒന്ന് കയറി പോവാണ്. അടിപൊളി ആംബിയൻസ് ഉണ്ട് ഇവിടെയൊക്കെ. ഇവിടെയൊക്കെ കണ്ടത് മണൽ ഇങ്ങനെ കാല് ഇങ്ങനെ പൊതഞ്ഞു പോകുന്ന രീതിയിലുള്ള മണലാണ്. ശരത്തേ ബാ, അവിടെ വരെ വന്നിട്ട് വാ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോട്ടെ, നമ്മൾ നേരെ ആറാട്ടുകടവ്, നല്ല രസമുള്ളൊരു വ്യൂ ആണ് ആറാട്ടുകടവിൽ. അവിടെ അത്യാവശ്യം കുളിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് മാത്രമല്ല, നമുക്ക് ആ പുഴയുടെ കുറച്ചും കൂടി ഉള്ളിലേക്ക് കയറി പോയിട്ട് ഇങ്ങനെ ചെറിയ തുരുത്ത്, പച്ചത്തുരുത്ത് എന്ന് പറയുന്ന പോലെ ഉള്ള ഭാഗങ്ങളുണ്ട്. അവിടെയും കൂടി പോകാം. ഇവിടെ അടിപൊളിയാണ് കേട്ടോ, നല്ല വ്യൂ അല്ലേ നോക്കി. വെള്ളം ശരിക്കും ഇറങ്ങി കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ നല്ല സുഖമായിട്ട് നടക്കാം. ശരിക്കും ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടരുവി രണ്ടായിട്ട് തിരിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ ഒരു തുരുത്ത് പോലെയുള്ള ഈ ഭാഗങ്ങൾ കണ്ടോ, ഈ ഭാഗത്തിൻ്റെ അപ്പുറത്ത് നന്നായിട്ട് വെള്ളം ഒഴുകുന്ന ഭാഗം. ഇവിടെ നിന്ന് ഇത്രയും ഭാഗത്തിൽ കയറ്റം പൊക്കമുള്ള പ്രദേശമായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വെള്ളം അധികം പോരുന്നില്ല, മഴക്കാലം അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം വറ്റി കിടക്കുന്നത് കുറച്ചത്. അത് രണ്ടായിട്ട് തിരിഞ്ഞ് ഇതിനൊരു തുരുത്ത് പോലെ ആക്കിയേക്കാണ്. അടിപൊളിയാണ്ടോ ശരിക്കും. ഇപ്പുറത്തേക്കടെ കടന്നു പോകുന്നു കഴിഞ്ഞാൽ നേരെ
കാട്ടരുവിയുടെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് എത്താം കേട്ടോ. പെരിയാറിൻ്റെ ഇങ്ങേ സൈഡിലേക്ക് നമുക്ക് എത്താം. കാട്ടരുവി എന്ന് പറയുന്നതിനേക്കാളൊക്കെ നല്ലത് പെരിയാർ. പമ്പ മുതൽ ഇങ്ങ് ഒഴുകി വരുന്ന പെരിയാറിൻ്റെ ഭാഗമാണുള്ളതല്ല. ഭൂതത്താൻകെട്ടും കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഭൂതത്താൻകെട്ട് അല്ലെങ്കിൽ പാണിയേലി പോര് എല്ലാം കഴിഞ്ഞ് വരുന്ന ഭാഗം. ശരിക്കും ഒരു വ്യൂ പോയിൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം വന്ന ഭാഗത്ത് വന്ന് ഇറങ്ങി അവിടെ നിന്ന് ഞാനിപ്പോൾ വന്ന ഈ ഭാഗത്തുകൂടെ കടന്നു വന്നു. അതിനുശേഷം മറ്റൊരു വ്യൂ ഏരിയയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ഇത് കണ്ടില്ല, അടിപൊളിയായിട്ടുള്ള ഭാഗമാണ്. ഇതിനെ ഈ ഭാഗങ്ങളെയൊക്കെ ഒരു പച്ചത്തുരുത്ത് പോലെ, അതിൻ്റെ അപ്പുറത്ത് ഞാൻ ആദ്യം കാണിച്ചു തന്ന ഭാഗം ഇത് വേറൊരു തുരുത്ത് പോലെ, അവിടെ വേറൊരു ഭാഗം. ഇവിടെ കുറച്ച് ആഴം കൂടുതലുള്ളതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നു. ഈ ഭാഗത്തൊക്കെ കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ആഴം കണ്ടിട്ട് ആഴം കുറവാണ്, പക്ഷേ അതാരെങ്കിലും ചോദിച്ചിട്ട് മാത്രമേ ഇവിടെയൊക്കെ കുളിക്കാൻ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പുറത്ത് മാത്രം അവർ നോട്ടമുണ്ട്, അതുകൊണ്ട് അവിടെ വേണമെങ്കിൽ കുളിക്കാൻ ഇറങ്ങാം. പിന്നെ ഇവിടെയൊക്കെ വരുമ്പോഴുള്ള ഏറ്റവും വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരങ്ങന്മാരുടെയൊക്കെ നല്ല ശല്യം ഉണ്ടാവും. അതുകൊണ്ട് ബാഗ് പോലെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക. ഞാൻ ആദ്യം അവിടെ ബാഗ് വെച്ചിട്ട് വരാൻ നേരത്ത് അവിടെ ഗൈഡായിട്ടിരുന്ന ചേച്ചി പറഞ്ഞു, ബാഗ് കയ്യിൽ വെച്ചോളൂ, അതാണ് നല്ലത്. കുരങ്ങന്മാരെന്തെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല കേട്ടോ. ഇനി നമുക്ക് നേരെ അടുത്ത പോയിന്റിലേക്ക് പോകാനുള്ളതാണ്. ഇതുവഴി പോകാട്ടോ. പിന്നെ ഈ ഭാഗങ്ങളിൽ വരുമ്പോഴാണെങ്കിൽ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഈ പാണിയേലി പോരിൽ നമുക്കറിയാവുന്നതാണ്, വലിയ അള്ളകളും ഇതൊക്കെ ഉള്ളതാണ്. പൊത്തുകൾ ഉണ്ട്, പാറകൾക്ക് വിടവുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കുളിക്കാൻ ഇറങ്ങുമ്പോൾ ആ കാല് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ തിരിച്ച് നമുക്ക് പൊങ്ങി വരാൻ പറ്റില്ല. അതേപോലെ തന്നെ അതിൻ്റെ ഏകദേശം 1 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ ആ ഒരു ഗ്യാപ്പിലുള്ളൊരു ഭാഗം തന്നെയാണ് ഈ പുഴയുടെ ഈ ഭാഗവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഈ അപകട മേഖലകളുണ്ടാവും. അപ്പോൾ അത് ഇവിടെയാണെങ്കിലും നമ്മൾ ഇറങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് ഇനി ഞാൻ പോകുന്ന മറ്റേ പോയിന്റിലാണെങ്കിലും ആറാട്ടുകടവ് എന്ന് പറയുന്ന പോയിന്റിലാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണം. ശരിക്കും ഒരു ദിവസം ഒരു ഉച്ച സമയത്തൊക്കെ നമ്മൾ ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു ഏരിയ കേട്ടോ ഇത്. അതിനകത്ത് യാതൊരു തർക്കമില്ല. കുട്ടികളെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് കളിച്ച് ചിരിച്ച് പ്രകൃതിയുമായി ഇഴുകി ചേർന്നൊക്കെ കടന്നു പോകാൻ പറ്റുന്ന മനോഹരമായ ഒരു ഏരിയ തന്നെയാണിത്. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത ഏരിയയിലേക്ക് പോകാം കേട്ടോ. ചേട്ടാ മഞ്ഞില്ലേ? വരാം. ഇനി നമുക്ക് നേരെ മറ്റെന്താണ് ആറാട്ടുകടവിൽ പോകണ്ടേ? അപ്പോൾ അവിടെ എങ്ങനെ പോയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. മഹാഗണിത്തോട്ടത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ മലയാറ്റൂർ പള്ളിയുടെ താഴ്വാരത്ത് എത്തിയേക്കണേ കേട്ടോ. ഇവിടെ നിന്ന് നേരെ ഇതുവഴി നേരെ ഇങ്ങനെ പോയി അങ്ങ് മുകളിലേക്ക് കയറി പോകണം മലയാറ്റൂർ പള്ളിയുടെ ടോപ്പിലേക്ക് എത്താനായിട്ട്. അതിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നക്ഷത്ര തടാകം ഉണ്ടല്ലോ, ക്രിസ്മസ് സീസൺ അല്ലെങ്കിൽ നമ്മുടെ ന്യൂ ഇയർ സമയത്തൊക്കെ ഇവിടെയാണ് നക്ഷത്രങ്ങൾ ചുറ്റും, ഈ തടാകത്തിന് ചുറ്റും നക്ഷത്രങ്ങൾ കൂട്ടിയിട്ട് നേരത്തെ പ്രാവശ്യം ഇതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടി ചുറ്റും നക്ഷത്രങ്ങൾ ഇങ്ങനെ ഇട്ട് ശരത്ത് ഇപ്പം എന്നെ അങ്ങോട്ട് പോകാനായിട്ട് അങ്ങ് വിളിച്ചതാണേ. അപ്പോൾ ഇതിന് ചുറ്റും നക്ഷത്രങ്ങൾ കത്തിച്ചിട്ട് നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ ആ നക്ഷത്ര തടാകത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്.
ഏകദേശം നല്ല ഇതിൻ്റെ റൗണ്ട് ഇങ്ങനെ ചുറ്റി വന്നു കഴിഞ്ഞാൽ നല്ല ഏരിയ ആണ് കേട്ടോ. ഇവിടെ ബോട്ട് എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇങ്ങോട്ടേക്ക് നമ്മുടെ മലയാറ്റൂർ പള്ളിയുടെ മേളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. നമുക്കൊരിക്കൽ പോയി അതിൻ്റെ ടോപ്പ് വരെ പോയി വീഡിയോ ഒക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബജ്ജിയൊക്കെ കഴിച്ചിട്ട് നേരെ ആറാട്ടുകടവ് ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ബജ്ജി കടകളൊക്കെ ഇഷ്ടമാതിരിയുണ്ട്. വടക്കൻ്റെ ബജ്ജിക്കട. ശരത്ത് ആദ്യമേ തന്നെ വന്ന് ബജ്ജി കഴിക്കാനായിട്ട് റെഡിയായി കഴിഞ്ഞു. ഒരു 2 സെറ്റാണ്. അങ്ങനെ നമ്മൾ മഹാഗണിത്തോട്ടത്തിൻ്റെ അവിടെ നിന്ന് നേരെ ആറാട്ടുകടവിൽ എത്തിയിട്ടോ. ഇതാണ് ആറാട്ടുകടവിൻ്റെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അനൗദ്യോഗിക വ്യൂ പോയിൻ്റാണ്, അല്ലെങ്കിൽ അനൗദ്യോഗികമായിട്ട് ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇതങ്ങനെ ടൂറിസം ഏരിയയോ അങ്ങനെയൊന്നുമല്ല. മഹാഗണിത്തോട്ടത്തിനോട് ചേർന്നിട്ടുള്ള എല്ലാവരും വന്ന് നാട്ടുകാർ അല്ലെങ്കിൽ എല്ലാവരും വന്ന് കുളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം. നമുക്ക് ഇതുവഴിയാണ് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി പോകേണ്ടത്. ആറാട്ടുകടവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അധികം ആഴമില്ലാത്ത സ്ഥലങ്ങളാണ്, അധികം കുത്തിയൊഴുക്കുമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാണിയേലിപ്പോര് കഴിഞ്ഞ് വരുന്ന ഒരു ഭാഗവുമാണ്. പക്ഷെ നല്ല ചവിട്ടുന്നിടത്തൊക്കെ നല്ല വഴുക്കൽ കാണുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൂരം വരെ നമുക്ക് ഇതുവരെ നടന്ന് ഇങ്ങനെ പോകാം. നല്ല വഴുക്കലുണ്ടല്ലോ. ശരിക്കും ഇവിടെ അങ്ങ് ദൂരെയുള്ള തുരുത്തുകൾ വരെയൊക്കെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. ഇവിടെയൊക്കെ പോകാൻ പറ്റും. ഇപ്പോൾ വെള്ളത്തിലൂടെ ഇറങ്ങിയൊക്കെയാണെങ്കിൽ അങ്ങോട്ടേക്കൊക്കെ പോയത്. പക്ഷേ ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്കൊക്കെ കയറി പോകാമെന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. മറിഞ്ഞ് അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടം വരെ അവിടെ നിന്ന് പോലും ഇങ്ങനെ നടന്ന് ആ കാർക്ക് കിടക്കുന്നുണ്ട്, ആ ഭാഗത്തുനിന്ന് പോലും ഇങ്ങനെ നടന്ന് ഇവിടം വരെ എത്തി. പക്ഷെ നല്ല വഴുക്കലാണ് ഇതിന് ഇവിടെ. പക്ഷെ കുളിക്കാനൊക്കെ ഈ ഭാഗത്തൊക്കെ നല്ല സൗകര്യമുണ്ട്. അപ്പുറത്തൊക്കെ കുറേ ലേഡീസൊക്കെ കുളിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് അധികം നമുക്ക് വീഡിയോ എടുത്താൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ലോക്കൽ ആളുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത്. പക്ഷേ നല്ല ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേനലൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് ഇവിടെയൊക്കെ വെള്ളം ഇറങ്ങും. അപ്പോൾ ഈ കുറച്ചും കൂടി നമുക്ക് ഇങ്ങോട്ടേക്കൊക്കെ കയറി പോകാൻ പറ്റും. നമ്മൾ ആ പാണിയിൽ പോയുള്ള ആ ഭാഗത്ത് ആണെങ്കിൽ വേനൽക്കാലത്ത് ചെല്ലുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ ഉള്ളിലേക്ക് കുറേയൊക്കെ കയറി പോകാൻ പറ്റാറുണ്ട്. അപ്പോൾ അതേപോലെയുള്ള ഇത് ഇവിടെയും വരും. ഇവിടെയൊക്കെ ചില ഭാഗത്ത് മാത്രമേ അന്നേരം വെള്ളം ഉണ്ടാവുള്ളൂ. നല്ല അടിപൊളി ഇതാണ് കേട്ടോ, ആംബിയൻസാണ് ഇവിടെ. അത് പറഞ്ഞറിയിക്കാൻ വന്ന് കണ്ട് തന്നെ അറിയണം. ശരിക്കും ഈ ഒരു ഏരിയയിൽ ഇവിടെ ഇങ്ങനെയുള്ള ഈ കാണുന്നത്, ഇവിടെ 2 ചേട്ടന്മാരൊക്കെ നിൽക്കുന്നത് കണ്ടോ. അതിന് തൊട്ടപ്പുറം അവിടെ ഒരു മരമൊക്കെ കണ്ടോ. അവിടെയൊക്കെ പിള്ളേരെ ആൾക്കാരൊക്കെ പോയി കുളിച്ച് നീന്തി പോകാറുണ്ട്. ഇവിടെ അത്ര വലിയ പ്രശ്നങ്ങളില്ല എന്ന് ലോക്കൽ ആളുകൾക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ എവിടെയൊക്കെ കുളിക്കാനൊക്കെ ഇറങ്ങുന്നത്. പക്ഷേ ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ വരുമ്പോൾ ഞാൻ എപ്പോഴും സജക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇല്ലിത്തോട് മഹാഗണിത്തോട്ടത്തിൻ്റെ അവിടെ ചെന്ന് കുളിക്കാനുള്ള സൗകര്യമാണ്. അവിടെ ആകുമ്പോൾ ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ നമ്മൾ വന്ന് കുളിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല പാടാണ്. അപകടമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും അറിയുക പോലും ചെയ്യില്ല. ഇവരൊക്കെ ഇപ്പോൾ നടന്നു പോകുന്ന ആ ഏരിയ ഉണ്ടല്ലോ, അതുപോലെ ആ തുരുത്തിലേക്ക്, പച്ചത്തുരുത്തിലേക്ക് പോകാം. പക്ഷേ ഞാനിപ്പോൾ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വഴുക്കലുണ്ട്. നമ്മൾ ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പണിയാവുമെന്നൊരു സംശയം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ അങ്ങോട്ട് പോകാത്തത്. ഇത് അവരിപ്പോൾ നടന്ന് അങ്ങനെ അങ്ങോട്ട് പോകുന്നതുണ്ടോ, അങ്ങേറ്റം വരെ നമുക്ക് നടന്നു പോകാം. അടിപൊളിയായിരിക്കും അവിടെ വരെയൊക്കെ ചെന്നിരുന്ന്
ഈ വൈകുന്നേരത്തിൻ്റെ അവിടെ നിന്ന് അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ ഇങ്ങനെ അടിക്കുന്നു. ഈ പുഴ ഇങ്ങനെ ഒഴുകുന്നു. അതിനൊപ്പം തന്നെ പച്ച തുരുത്ത് ഇങ്ങനെ അതിനിടയിലൂടെ നമ്മൾ നടന്ന് അങ്ങറ്റത്ത് പോയി അവിടെ പോയി ഇരുന്ന് കുളിച്ച് ഇടയ്ക്ക് റെസ്റ്റ് എടുത്ത് അതൊക്കെ ഭയങ്കര ഒരു ആംബിയൻസ് ഉള്ള കാര്യമാണ്. അവരൊക്കെ ഉണ്ടത്, അവരിപ്പോൾ അങ്ങോട്ടേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് അവിടെയൊക്കെ നിൽക്കാനുള്ള അത്രയും ആഴമേ എവിടെയുള്ളൂ. മുങ്ങാൻ കൂടിയിട്ട് അട്ട് ഇവിടെ പോങ്ക്. മുങ്ങിച്ചാവ് അങ്ങട്. അവിടെ വേറാളുണ്ട്. രണ്ടാള് പോക്കോ? അതാ ആളില്ലെന്ന് പറഞ്ഞേ. സൈഡ് ചേർന്ന് പോകണേ കുഴപ്പമില്ല. ആ അങ്ങനെ വെള്ളം കുടിച്ചാൽ നീന്തി കൊടുക്കണ, അല്ലാണ്ട് പട്ടി കുടിക്കാൻ. കേട്ടോ മുങ്ങി മുക്കണ്ട. അങ്ങനെയല്ലാതെ ഇങ്ങനെ കൈ അപ്പൊ കാലടിക്കില്ലോ. എന്താ ഇങ്ങനെ നീന്തി പഠിക്കണം. ഓക്കെ അതങ്ങനെയാണ്. മറ്റേ മുഖം മറ്റേ വെള്ളം കുടിക്കാണ്ട് പഠിക്കണം. ഈ മണ്ണിൽ ഇങ്ങനെ കുളി കഴിഞ്ഞാ വീട്ടിപ്പ. അപ്പോൾ ആറാട്ടുകടവിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും കമൻറ്റുകളും ചെയ്യുക. അപ്പോൾ ഇത് ശരിക്കും ഫാമിലിയായിട്ട് വന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. ഞാനൊന്ന് നന്നായിട്ടൊന്ന് പോയി കുളിക്കാം കേട്ടോ. ക്യാമറ കയ്യിലുണ്ടായത് കാരണം കുളിക്കാൻ പറ്റിയില്ല നന്നായിട്ട്. അപ്പോൾ ഓക്കേ.